നാളെ പെരുന്നാൾ ഡ്രസ് എടുക്കുന്നില്ലേ? പെരുന്നാൾ ഡ്രസ്സ് വേണ. ഈ പെരുന്നാൾ പള്ളിയിൽ നിസ്കാരമൊന്നുമില്ല, വെൽങ്ങനെ ആരും ആഘോഷിക്കുന്നില്ല. ഓക്കെ, ഇൻഷാല്ല നമുക്ക് കുർത്തിയാ മറ്റും വാങ്ങാം. ഓക്കെ, അപ്പൊ പെരുന്നാൾ പൈസ നാളെ അല്ലേ പെരുന്നാ? ഇന്നെന്ത് പപ്പാലെ ചെല്ലിയത് 10 നോമ്പൊക്കെ പെരുന്നാളിന്റെ മുമ്പായിട്ട് തരൂന്ന്. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടതല്ലോ. പൈസ അനാവശ്യം ഇപ്പം ചിലവാക്കാൻ കഴിയലാ. പൈസക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സമയം. ആവശ്യത്തിന് മാത്രം യൂസ് ആക്കുന്നുണ്ടെങ്കിൽ പൈസ തരാം. ഓക്കെ, അപ്പോൾ ഇന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരത് ബെല്ലടിക്കുന്നേ? കളിക്കാൻ വരുന്നു ജല്ലീന്. അപ്പൊ നോക്കറല്ലോ, ഡോർ തുറന്നിട്ട് നോക്കറല്ലോ. കുറച്ച് കഥയല്ല പറയാണ്ട്. പപ്പ പെരുന്നാളിന്റെ ഡ്രസ്സൊന്നും മേങ്ങിട്ടടാ. പെരുന്നാൾ പൈസ ഞാൻ മേങ്ങിനപ്പാട്. ഞങ്ങൾക്ക് രണ്ടാൾക്ക് നാളെ പോയിട്ട് കാറ് മേങ്ങാം. നാളെ സന്തയിലുണ്ടാവൂടാ, ഞങ്ങൾക്ക് സന്തക്ക് പോവാം. നീ എന്താ ഇങ്ങനെ ബേജാറായിട്ടുള്ളത്? നമുക്ക് ബിസിം അറിയാലോ. ഞാൻ ഭയങ്കര ബേജാറ്റില്ലടാ. എന്തിനടാ? ഈടാ എൻ്റെ ഉമ്മാട് കയറിയുന്നുണ്ടായിന്. എൻ്റെ ഉപ്പ ദുബൈന്ന് വന്നിട്ട് 6 മാസമായി. ഇല്ല, അങ്ങ് 3 മാസം കഴിഞ്ഞിട്ട് പോകുന്നത്. 2 കൊല്ലത്തേക്ക് ബെരുത്ത് 3 മാസം ഫുള്ള് കടാക്കിയിട്ട് പോക്ക്. ഇപ്പം 6 മാസമായി. ഉപ്പാൻ്റെ പൈസ ഇല്ല. അനക്ക് ഡ്രസ്സും കാറൊന്നും വേണ്ട. നാളെ പെല്ല് തിന്നാൻ എന്നെ ഉണ്ടാവും അറിയില്ല. എൻ്റെ ഉപ്പ ഭയങ്കര ബേജാറ്റിലുള്ള. ഉപ്പ ആരോടും ചോദിക്കലില്ലടാ. നീ ബേജാറാക്കണ്ടടാ, എല്ലാം ശരിയാവും. ഉപ്പാനെങ്ങനെയാടാ സഹായിക്കുന്നത്? ഉപ്പാനെ കാണുമ്പോഴൊക്കെ ബേജാറാണ്. ഈ കൊറോണ വന്നത് ഉപ്പാൻ്റെ പണി തന്നെ പോയിന്ന് തോന്നുന്നുണ്ടാ. ഉപ്പാക്ക് എന്നെ ദുബൈക്കൊന്ന് പോവാൻ കഴിയില്ല. നീ ടെൻഷൻ ആക്കണ്ടടാ, നമുക്ക് എന്തെങ്കിലും ഭയം ഉണ്ടാ നോക്കാം. ഞാൻ പോകുന്നടാ ഭയം മറ്റേ വരെ കളിക്കാൻ. ആദി കുറച്ച് സാധനം അങ്കനും കൂടി 500 രൂപ തരാപ്പാ. എന്തിനടാ മോനെ 500? ഇപ്പോലെ പെരുന്നാ പൈസ ഞാൻ തന്ന എന്റെ ചങ്ങായിനെ ഹെൽപ്പ് ആക്കാന്. ഏത് ചങ്ങായി? ഇപ്പൊ വന്ന ചങ്ങായിയാ? ഇൻഷാ അല്ലാ നോക്കുന്ന. പപ്പാ ടൗണിലേക്ക് പോകുന്നില്ല സാധനം വാങ്ങാനേ? ഒരു മിനിറ്റ്, സാധനം വേണ്ടല്ലോ. ജസ്റ്റ് ഒരു മിനിറ്റ്. എന്റെ ചങ്ങായിക്ക് കുറച്ച് സാധനം ഓക്കെ. മാസ്ക് എടുത്തിനാ? സൗണ്ട് വേണോ മാസ്ക് വേണോ? പപ്പാ എന്റെ ചങ്ങായിന്റെ ആൾക്ക് സാധനം കൊടുത്തിട്ട് ഓക്കെ. എന്തായിടാ, നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ടൗണിലേക്ക് പോയിനെ ഡ്രസ് വാങ്ങാന്. അപ്പൊ എന്റെ ഡ്രസ് പോലത്തെ ഒരു ഡ്രസ് അങ്ക് വേണ്ടായിരുന്നുരാ. നീ എന്തിനു മേങ്ങിയത്? സാറിലെ നിന്റെ വെച്ചോ, ഇതൊരു കുർത്ത. താങ്ക് യു ജസാക്കുമുല്ലാഹി ഖൈർ. വേറെന്തല്ല വിശ്വസടാ? വേറെന്തില്ല, ഇങ്ങനെയുണ്ട്. എന്റെ ഉപ്പ എടുത്തടാ. ഉപ്പ പുറത്തു പോയിന്. ഞാനേ പപ്പ പോയിട്ടില്ല. ഓക്കെ. കണ്ടില്ലേ,
ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. കോവിഡ് എന്ന മഹാമാരി കാരണം നാട്ടിൽ നിന്ന് തിരികെ ഗൾഫിൽ പോകാൻ പറ്റാത്തവരും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റാത്ത ഒത്തിരി കുടുംബങ്ങൾ നിങ്ങളുടെ അയൽപ്പക്കത്തും കാണാം. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയാൻ ശ്രമിക്കുക. അപ്പോഴാണ് നാം മനുഷ്യരാവുന്നത്. അതാണ് നമ്മെ നമ്മുടെ റസൂലും സഹാബത്തും പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് അതിജീവിക്കാനുള്ള ഏകമാർഗം ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥന്മാരായി പോകും. അത് നമ്മുടെ റസൂലിനും സഹാബത്തിനും ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ പെട്ടവരെ പോലെയാകും. അങ്ങനെയാകാതിരിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടായി മുന്നേറാം.